മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. പത്തനംതിട്ട സെഷൻസ് കോടതിയുടേതാണ് വിധി. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. കാരണം ആദ്യ രണ്ട് പരാതികളിൽ ആ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുകയും അറസ്റ്റ് തടയുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. മൂന്നാം പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ജയിലിൽ പോയ സാഹചര്യമുണ്ടാകുന്നത്. ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതാ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് എന്ന വാർത്തയാണ്, ജയിൽ മോചിതനാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, രാഹുലിന് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണിത്. കാരണം രാഷ്ട്രീയമായി ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും നിയമപരമായി വിഷയം എങ്ങനെ രാഹുലിനെ ബാധിക്കുമെന്നതാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ഇതാ രാഹുലിന് ആശ്വാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോടതി രാഹുലിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെയാണ് മൂന്നാമത്തെ പരാതിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് ജഡ്ജി എൻ ഹരികൃഷ്ണൻ ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 24-ാം തീയതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചതാണ്. പക്ഷേ പിന്നീട് ചില തെളിവുകൾ കൂടി അല്ലെങ്കിൽ ചില വിശദാംശങ്ങൾ കൂടി ഹാജരാക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ കേസിൽ വിധി പറയാവൂ എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ മുമ്പോട്ട് വെച്ചിരുന്നു. അതുകൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വീണ്ടും വാദം കേൾക്കുകയും സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നുകൂടി അനുകൂലമായൊരു തീരുമാനം ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉടൻ പുറത്തിറങ്ങാം. അതല്ല, ഹൈക്കോടതിയിൽ തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി അന്വേഷണ സംഘം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തി വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതല്ല, ആ കേസ് പിന്നെ വിധി പറയാനായി മാറ്റുന്ന സാഹചര്യമാണ് എങ്കിൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായേക്കും. എന്തായാലും ഏതാണ്ട് ഒരു 18 ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചനത്തിന് ഇപ്പോൾ വഴി തുറക്കുന്നത്. ജാമ്യം ലഭിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് രാഹുൽ തയ്യാറാകുമോ എന്നതാണ് വളരെ ആകാംക്ഷയോടെ കോൺഗ്രസ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേസമയം ജാമ്യ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഉപാധികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കർശനമായ ഉപാധികളോടെ തന്നെയായിരിക്കാം ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിവരം. അതായത് അന്വേഷണ സംഘത്തോട് സഹകരിക്കുക, അതോടൊപ്പം ഈ പരാതിക്കാരെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സാക്ഷികളെയോ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത്, അവരെ കാണാൻ ശ്രമിക്കരുത്, വിളിക്കാൻ ശ്രമിക്കരുത്. ഇതടക്കമുള്ള കർശനമായ ഉപാധികൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഹൈക്കോടതിയിലും ഈ ഒന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതിന്റെ വിധി കൂടി വരുന്നതാകും. ആ കേസിലെ വിധി കൂടി എത്തിയ ശേഷം മാത്രമേ രാഹുലിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും, ജയിൽ മോചിതനാകുമോ അതോ അവിടെ തുടരേണ്ടി വരുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയിലേക്ക് നയിക്കൂ. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം, അതായത് ഹൈക്കോടതിയുടെ ഒരു നിലപാട് അറിയേണ്ടതുണ്ട് എങ്കിൽ പോലും നിലവിൽ കോടതി നോട്ട് ടു അറസ്റ്റ് എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട കോടതിയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുന്നത്. മൂന്നാമത്തെ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാവുകയും അങ്ങനെ ജയിലിൽ കഴിയുകയും ചെയ്തത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 ആഴ്ചയിലധികമായി രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ട്. പത്തനംതിട്ട സ്വദേശിനിയാണ് ഈ പരാതിക്കാരി എന്നതുകൊണ്ട് തന്നെ പത്തനംതിട്ട കോടതിയാണ് വിഷയം പരിഗണിച്ചിരുന്നത്. ബലാത്സംഗം, ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ആയിരുന്നു ഈ കേസിലും രാഹുൽ മാങ്കൂട്ടം നേരിട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. SP പൂങ്കടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ ഘട്ടത്തിൽ, അതായത് മൂന്നാമത്തെ കേസിൽ ആണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ പത്തനംതിട്ട കോടതി ജാമ്യം അനുവദിക്കുന്നത്. ഒരു പക്ഷേ ഈ ജാമ്യം അനുവദിച്ച നടപടിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുമോ എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഇനി ഹൈക്കോടതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി വരേണ്ടതുണ്ട്. അതിസങ്കീർണമാണ്. അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ഒരൽപ്പം പ്രയാസമുള്ള ഒന്നായിരിക്കും. കാരണം 3 കോടതി നടപടികൾ ആണ്, 3 പരാതികളിൽ 3 തരത്തിലുള്ള കോടതി നടപടികൾ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്.